കാൽവിൻ പെർഫ്യൂംസിന്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതി 2/2/22 ഇന്നാണ് ഞങ്ങളുടെ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 3 കൊല്ലം പൂർത്തിയാകുന്നത്. 3ാമത്തെ ആനിവേഴ്സറിയിലേക്ക് ഞങ്ങൾ കടന്നു. ആ ഒരു സന്തോഷം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഈ ഒരു പീരീഡിൽ നമുക്ക് കിട്ടി. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഒരു മെജോറിറ്റിയും, അല്ലാത്തവരും കാണും. ഇവിടെ ഒരു മെജോറിറ്റി ക്ലയൻസും അങ്ങനെയാണ്. ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ ഒരുപാട് പേര് വിളിച്ചു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, പല പല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് പലർക്കും അത് ഇൻട്രാക്ട് ചെയ്യാനും അതിൻ്റെ ആ ആശയങ്ങളിലേക്ക് എത്താനും സാധിച്ചു. ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഏത് പെർഫ്യൂം വാങ്ങിക്കണം? ബേസിക്കലി അതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പലരും എത്ര നേരം കൊണ്ടാണ് ഓരോ പെർഫ്യൂംസിലേക്ക് എത്തുക എന്നറിയാമോ? അപ്പം ഞാനൊരു പെർഫ്യൂംസിനെ കുറച്ച് കാറ്റഗറൈസ് ചെയ്യുവാണ്. എന്തൊക്കെ ടൈപ്പ് പെർഫ്യൂംസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളതിന് അതിൻ്റെ സ്മെല്ലിൻ്റെ ഫ്രാഗ്രൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ EDP അതിൻ്റെ അർത്ഥത്തിലല്ല, കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസിനെ ബേസ് ചെയ്തിട്ട്. ആദ്യമേ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് അതാണ് സിട്രസ്. സിട്രസ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയൊക്കെ സ്മെല്ല്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, തൊലിയുടെ ഒക്കെ ഒരു എക്സ്ട്രാക്റ്റിൻ്റെ സ്മെല്ല്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പെർഫ്യൂംസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആർക്കും അത് ഇഷ്ടക്കുറവ് വരില്ല. ബേസിക്കലി ഈ ഒരു പെർഫ്യൂം കാറ്റഗറി, അതായത് സിട്രസ് കാറ്റഗറി എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. എല്ലാ കമ്പനിയുടെ പെർഫ്യൂം എടുത്താലും അവർക്കൊരു സിട്രസ് പെർഫ്യൂം മിക്കവാറും കാണും. ഈ സിട്രസ് പെർഫ്യൂമിന്റെ കൂടെ തന്നെ കുറച്ചൊരു കോമ്പിനേഷൻ കൂടി വരുത്തിയിട്ടാണ് പലരും ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് ചെറിയൊരു മറൈൻ നോട്ട്സ്, ഒരു കടലിന്റെ ഒരു സ്മെല്ലും കൂടി ചേർത്തിട്ട്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ പോലെ അതിന് കടലിന്റെ മണവും കൂടി ചേർത്തിട്ട്, ചിലർ ചെറിയ സ്വീറ്റ്നെസ്, ചെറിയൊരു ഫ്രൂട്ടി നോട്ട്സും കൂടി കയറ്റിയിട്ട്, വേഴ്സാച്ചയുടെ എറോസ് ഫ്ലെയിം എന്നൊക്കെ പറയണത്, അങ്ങനെയുള്ള പെർഫ്യൂംസ് ബേസ് എടുത്തു കഴിഞ്ഞാൽ അത് സിട്രസ് പെർഫ്യൂം ആയിരിക്കും. സിട്രസ് പെർഫ്യൂമിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരള ക്ലൈമറ്റിൽ അതിൻ്റെ ലാസ്റ്റിങ് കുറവാണ്. ശരിക്കും അതൊരു പാർട്ടി വെയർ പെർഫ്യൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം പാർട്ടി വെയറിലാകുമ്പോഴത്തേക്ക് അതിനൊരു വൈബ് ഒന്ന് വേറെയാണ്. ഈ ഒരു സിട്രസ് പെർഫ്യൂമിനൊരു വൈബ് വേറെ. യൂറോപ്യൻ ക്ലൈമറ്റിലൊക്കെ ഇതൊരു സമ്മർ പെർഫ്യൂമായിട്ടാണ് കൂടുതലും, സിട്രസ് പെർഫ്യൂംസ് എല്ലാം ഒരു സമ്മർ പെർഫ്യൂമായിട്ടാണ് യൂറോപ്യൻ തണുപ്പ് രാജ്യങ്ങളിലെല്ലാം അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് സിട്രസ് പെർഫ്യൂം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി പെർഫ്യൂമാണ്. രണ്ടാമത്തെ കാറ്റഗറി നമ്പർ ഒന്നും ഇടുന്നില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ഫ്ലോറൽ പെർഫ്യൂം. ഫ്ലോറൽ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ടല്ലോ, പൂക്കൾ ബേസ് ചെയ്തിട്ടുള്ള പെർഫ്യൂംസ്. റോസാപ്പൂ, ജാസ്മിൻ, ഇലഞ്ഞിപ്പൂ, അങ്ങനെ കുറേ പൂക്കളുണ്ടല്ലോ. ആ പൂക്കളുടെ ഇൻഡിവിജ്വലും ഉണ്ടാവും, അതിൻ്റെ മൾട്ടിപ്പിൾ കോമ്പിനേഷൻ എല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന പെർഫ്യൂം. ബേസിക്കലി ഈ ഒരു ഫ്ലോറൽ പെർഫ്യൂം എന്ന് പറയുന്നത് ജനറലി ലേഡീസാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്ലോറൽ പെർഫ്യൂം ഡെഡിക്കേറ്റഡ് ടു ലേഡീസാണ്. പക്ഷെ എന്നാൽ പോലും ഫ്ലോറൽ അല്ലാതെ തന്നെ അതിൻ്റെ കൂടത്തിൽ പലതും കൂടി മിക്സ് ചെയ്തിട്ടാണ് പല കമ്പനിക്കാരും ഇറക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോംഷെല്ല് ഫ്ലോറൽ പെർഫ്യൂം ആണെങ്കിലും അതിൻ്റെ അകത്തൊരു ബ്രസീലിയൻ ഫാക്ഷൻ ഫ്രൂട്ട് കൂടി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ മണവും കൂടി വരും. അങ്ങനെ ഒരു മിക്സ് കയറ്റും, ഒരു ഫ്രൂട്ടിയുടെ മിക്സോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു ചെറിയൊരു സ്പൈസ് കയറ്റും, ചെറിയ വാനില ചെറിയ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലോറൽ പെർഫ്യൂം അതൊരു കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂമാണ്. മൂന്നാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രൂട്ടി പെർഫ്യൂം, ഫ്രൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പെർഫ്യൂം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിസെക്സ് ആയിട്ട് പലർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എർബാപുര ഒരു ഫ്രൂട്ടി പെർഫ്യൂമാണ്, CR7 ഒരു ഫ്രൂട്ടി പെർഫ്യൂമാണ്. ആണുങ്ങൾക്കും യൂസ് ചെയ്യാം, പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം. ഫ്രൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് മെയിൻലി വരുന്നത് പൈനാപ്പിള്, ബ്ലാക്ക് കറണ്ട്, ഓറഞ്ച്, പിന്നെ ലിച്ചിപ്പഴം, അങ്ങനെയുള്ള കുറേ പഴങ്ങൾ എല്ലാം കൂടെയുള്ള മിക്സ് ചേർത്തിട്ട് വരുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ കുറേ സ്പൈസ് ആഡ് ചെയ്തിട്ട് വരുന്ന പെർഫ്യൂംസ് ഉണ്ട്. അങ്ങനെ ബേസിക്കലി പറയുമ്പോൾ ഫ്രൂട്ടി പെർഫ്യൂം അത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കൊരു അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ
നമ്മൾ അടുക്കളയിലെ മസാലപ്പൊടിയിലൊക്കെ ചേർക്കുന്ന പല ഐറ്റംസും വെച്ചിട്ട് പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ട്. കറുകപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, കരയാമ്പൂ, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ വെച്ചിട്ട് തന്നെ സ്പൈസി പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ട്. സ്പൈസിന്റെ അകത്ത് തന്നെ കുറച്ച് സ്വീറ്റ്നെസ് ആയിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കോമ്പിനേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും. പക്ക സ്പൈസ് ആയിരിക്കില്ല. പക്ക സ്പൈസിലും അറബിക് പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ വെച്ച് ആകുമ്പോഴത്തേനും ഒരു മനോഹാരിത ഉണ്ടാവും. അങ്ങനെയുള്ള പെർഫ്യൂംസ്, ഉദാഹരണത്തിന് YSLന്റെ മൈസെൽഫ്, അങ്ങനെയുള്ള പെർഫ്യൂംസ് എല്ലാം പക്ക സ്പൈസി പെർഫ്യൂംസ് ആണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ആണുങ്ങളാണ്. ആണുങ്ങളുടെ പെർഫ്യൂംസ് അതാണ്. സ്പൈസിനെ കുറച്ചൊക്കെ ചേർത്തിട്ടുള്ളതാണ് ക്രീഡ് അവാൻഡസ്, ബ്ലൂഡി ഷിനേല്, ഇതെല്ലാം ഒരു സ്പൈസ് ഉണ്ട് അതിൻ്റെ അകത്ത്. സ്പൈസിനെ വെച്ചിട്ട് മറ്റുള്ള നോട്ട്സുകൾ കൂടി വെച്ചിട്ട് ഫ്രാഗ്രൻസ് കൂടി ചേർത്തിട്ട് ഇറക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് വുഡി ഫ്രാഗ്രൻസ്. അതാണ് ഏറ്റവും ലാസ്റ്റിങ് കിട്ടുന്ന ഫ്രാഗ്രൻസ്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ ലാസ്റ്റിങ്ങിന് ആൻസർ എന്ന് പറയുന്നത് വുഡി ഫ്രാഗ്രൻസ്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ വുഡിനെ ബേസ്ഡ് ആയിട്ടാണ്. സാൻഡല്, ഊത്, അങ്ങനെയുള്ള വുഡി ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. ഹെവി സ്ട്രോങ് പെർഫ്യൂംസ് ആയിരിക്കും. അതിൻ്റെ അകത്തും പല പല ഐറ്റംസ് ചേർക്കും. ടോം ഫോർഡിന്റെ ചെറി സ്മോക്കി, അതിൻ്റെ അകത്ത് ചെറിപ്പഴം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ പലതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൈപ്രസ്, ഈവൻ ടോം ഫോർഡിന്റെ സൈപ്രസ് എന്ന് പറയുന്ന പെർഫ്യൂം ഉണ്ട്. അതൊക്കെ വുഡും മറ്റ് ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ള മസ്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. അതൊരു നല്ലൊരു ലാസ്റ്റിങ്ങിന് ഒരു ആൻസർ ആണ് കേട്ടോ. ഈ വുഡി പെർഫ്യൂംസ് എന്ന് പറയുന്നത് ലാസ്റ്റിങ്ങിന് ഒരു ആൻസർ ആണ്. ഈ ഒരു കാറ്റഗറിയാണ് മസ്ക്. മസ്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അതും ബേസിക്കലി ആണുങ്ങളുടെ പെർഫ്യൂമാണ്. മസ്ക് പെർഫ്യൂംസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കിന്റെ മണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുക കസ്തൂരിമാന്റെ മസ്ക് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിനോട് സിമിലാരിറ്റി ഉള്ള പെർഫ്യൂംസിനെയാണ് ഈ മസ്കി പെർഫ്യൂംസ് എന്ന് പറയുന്നത്. കസ്തൂരിമാൻ ഇണ ചേരേണ്ട സമയമാകുമ്പോഴത്തേക്ക് ആൺമാൻ ഒരു സ്മെല്ല് പ്രവർത്തിക്കും പെൺമാനെ ആകർഷിക്കാനായിട്ട്. ആ മണമാണ് ഈ മസ്ക് എന്ന് പറയുന്നത്. അതിനോട് സാമ്യമുള്ള ടൈപ്പുള്ള പെർഫ്യൂംസ്, ജോവൻ മസ്ക്, ബ്രൂട്ടിനുണ്ട് മസ്ക്, കുറെ കമ്പനികൾക്ക് മസ്ക് പെർഫ്യൂംസ് ഉണ്ട്. ഗൾഫ് കൺട്രീസിൽ ഒരുപാട് മസ്ക് ഉണ്ട്. മസ്ക് റിജാലി എന്ന് പറയുന്ന ഓയില്, പ്യോ മസ്ക് എന്ന് പറയുന്ന ഒരു ഓയില്, കുറേ ഐറ്റംസ് അവർക്ക് അവിടെ ഗൾഫ് കൺട്രീസിൽ കൂടുതലും മസ്ക് ഭയങ്കര പോപ്പുലറാണ്. അവർ കൂടുതലും ഈ മസ്കും വുഡുമാണ് അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത്രയും വെറൈറ്റി ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. ഇനി കഴിഞ്ഞില്ല, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഹ്യൂജ് കോമ്പിനേഷനാണ്. ഇപ്പൊ കളേഴ്സ് 7 കളറാണല്ലോ ഉള്ളത് വിബ്ജിയോർ. ഈ 7 കളർ വെച്ചിട്ട് എത്ര ലക്ഷം കളറുകളാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ ഈ കാറ്റഗറിയുടെ തന്നെ ഒരു കോമ്പിനേഷൻസ്, അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക്, നിങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ പോയാലും സൈറ്റിൽ കയറി നോക്കുമ്പോഴാണെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കാൻ പോകുമ്പോഴാണ് നമുക്കൊരു ബേസ്, ഒരു ഐഡിയ വേണം എന്ത് പെർഫ്യൂമാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്, എന്ത് പർപ്പസിനുള്ള പെർഫ്യൂം ആണെന്നുള്ളത് നോക്കിയിട്ട് ഇതിലേതാണ് അതിൻ്റെ അകത്ത് മേജറായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷൻ എടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും സന്തോഷം. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.